ബിജു കുട്ടേട്ടൻ എന്തോ ചോദിക്കാനുണ്ട്. കുട്ടേട്ടാ ചോദിച്ചോളൂ. രാജമാണിക്യം എന്ന ചിത്രം കുടുംബസമേതം കാണാൻ പോയ സമയത്ത് ഒരു സംഭവം ഉണ്ടായില്ലേ, എന്തായിരുന്നു അത്? രാജമാണിക്യത്തിൽ വലിയ റോളല്ലായിരുന്നു. അത് സിനിമയിൽ അഭിനയിക്കാൻ പോയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വരുമ്പോ അങ്ങനെ സിനിമയുടെ സെറ്റിൽ പോയി ചാൻസ് ഒന്നും ചോദിക്കാനുള്ള പരിപാടി നടക്കത്തില്ല. ആരെങ്കിലും വന്ന് സാറിന്റെ അടുത്ത് പറഞ്ഞു കൊടുത്താൽ അന്ന് അവിടുന്ന് പറഞ്ഞിരിക്കും. ഉണ്ട്. ഉണ്ട്. അപ്പം പോകുന്നോണ്ട് സാറിന് വിരോധമില്ല. പോകുന്നെങ്കിൽ നല്ല രീതിയിൽ പോകണം. ഇവിടുന്ന് പോയത് പറയും. അപ്പൊ ഇവിടെ കൈതപ്പുറം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഗോവിച്ചേട്ടൻ ഉണ്ടായിരുന്നു, വേണിച്ചേട്ടൻ ഉണ്ടായിരുന്നു, കൃഷ്ണൻകുട്ടി സാറ് മാമ ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. അവരൊക്കെ വലിയതായി. അപ്പൊ അവരൊന്നും ചാൻസ് വെച്ച് പോയല്ല, അവരെ തേടി വന്ന. ഞാൻ മനസ്സിൽ വിചാരിക്കും അന്നക്കാരൊന്നും സാറുണ്ട് അവിടെ. ഇപ്പം അതല്ലെങ്കിൽ അവിടെ സ്ഥിരം കാണുന്ന ഡയറക്ടേഴ്സ് ഉണ്ടായിരുന്നു. നമ്മളിപ്പം ഞാനൊക്കെ വന്നപ്പോൾ അങ്ങനെ നാടകത്തിന് കാണാൻ വന്ന ഡയറക്ടേഴ്സ് ഒന്നും അധികം ഇല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യണമെന്നും വലിയ പിടുത്തമില്ല. വേറെ വേറെ മേഖലകളിലൊക്കെ അറിയില്ല. വേറെ മേഖലകളിലൊക്കെ സിനിമ തിരികെയും അവിടെ കാസ്റ്റ് ചെയ്ത് അവരുടെ മേഖലയായി. പിന്നെ അപ്പൊ ഈ നാടകം എന്ന് പറഞ്ഞാൽ കുറച്ചങ്ങ് മാറിയത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ മുന്നിട്ടിറങ്ങിയാലേ പറ്റുള്ളൂ, അല്ല എന്നെ ഒന്ന് വിളിച്ചോണ്ട് പോകണില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആ സോപാനത്തിൻ്റെ സൗഹൃദം വെച്ചിട്ട് നമ്മൾ ആർട്ട് ഡയറക്ടർ ബോഞ്ചേട്ടൻ പറയടാ, നീ ഒരു കാര്യം ചെയ്യും, വെറുതെ ഒന്ന് വാ, സെറ്റിലോട്ട് വാ, എന്തെങ്കിലുമൊക്കെ ചെയ്യാം, അങ്ങനെ പറഞ്ഞോളൂ. അപ്പോൾ ഒരു വേഷം പറഞ്ഞു വെച്ചിരുന്നു. ഞാൻ ചെന്നപ്പോൾ താമസിച്ചു. അതിൽ ആ ഷൂട്ട് ചെയ്യുന്ന ഒരു വേഷമാണ്. അത് പാവം മറ്റേ മരിച്ചുപോയ സന്തോഷ്, അല്ല എനിക്ക് സന്തോഷ് വയ്യാണ്. അപ്പം ഞാൻ താമസിച്ചതുകൊണ്ട് എൻ്റെ വേഷം പുള്ളി ചെയ്തു. പുള്ളിയാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ എൻ്റെ ഡയലോഗ് അയ്യ നിർത്തുങ്കയ്യ മണ്ടേ കാപ്പത്തുങ്കയ്യ അങ്ക ഗുമ്മനാച്ച് ഒരേ ഗലാട്ടെ ആശുപത്രി കൊണ്ടുപോയ തമിഴ്. അപ്പം ഞാൻ ഇരുന്ന് ഇങ്ങനെ പഠിച്ചു. അപ്പം സന്തോഷം പറഞ്ഞു, എടാ നിനക്ക് ഡയലോഗ് ഉണ്ട്, എനിക്ക് ഡയലോഗ് ഇല്ല. അപ്പം ഞാൻ വിചാരിച്ചു താമസിച്ചിരുന്ന നന്നായി, അവന് ഡയലോഗ് ഇല്ല. പക്ഷെ എൻ്റെ സീന് കഴിഞ്ഞപ്പോൾ ഡയറക്ടർ പറഞ്ഞു ബിജു കഴിഞ്ഞു കേട്ടോ. അപ്പം ഞാൻ അയ്യോ മറ്റേ നീ നിൽക്കുക, നാളെ നിനക്ക് മുക്കായിട്ട് കോമ്പിനേഷൻ ഉണ്ടെന്ന് പറയും. പക്ഷെ ഇത് ഭയങ്കര സംഭവമാണ്. ആയിട്ട് എല്ലാവരുടെ വിളിച്ചു പറഞ്ഞു. വീട്ടിൽ നിന്നൊരു പരിവാരങ്ങൾ അളിയനും എല്ലാവരും കൂടെ സിനിമയ്ക്ക് രാജമാണിക്യം കാണാൻ പോയി. എനിക്കിങ്ങനെ നെഞ്ചിടി കാണാൻ സൂക്ഷിച്ചിരിക്കുന്നു. കണ്ടു, പോയി, സീന് പോയി. അവൻ എന്തോ ഫോണിൽ തിരിഞ്ഞു നോക്കിയപ്പോൾ എന്നെ കാണാൻ ഞാൻ വന്നു പോയി എന്ന് പറയും. എന്നിട്ട് പിന്നെ അങ്ങോട്ട് അവൻ കാറിന്റെ ബാക്കില് പൊടി കഴിക്കൂലേ, മാണിക്യം ബിജു, എന്നിട്ട് പറഞ്ഞു എല്ലായിടത്തും പറഞ്ഞു ഇത് മാണിക്യം ബിജു രാജമാണിക്യത്തിൽ അഭിനയിച്ച ആളാണ്. രാജമാണിക്യത്തില്ല ഏത് വേഷം അങ്ങനെ പറയാൻ പെട്ടപ്പോ തുമ്മിയെ തെറിക്കും. എന്നിട്ട് അവൻ പറഞ്ഞു ഇനിയിപ്പോ ഞാൻ ഗൾഫിൽ നിന്ന് വരുമ്പോൾ കംപ്ലീറ്റ് ഇവിടെ എന്റെ പോസ്റ്റർ ആയിരിക്കും. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ആ രാജമാണിക്യത്തിൽ വളരെ ബുദ്ധിമുട്ടി അഭിനയിച്ചല്ലേ, അതിന്റെ ഒരു സ്റ്റിൽ ഇവിടെ ഉണ്ട്. അത് ഇപ്പോഴെങ്കിലും ഒന്ന് കാണാം, സൂക്ഷിച്ച് കണ്ടോണം. അയ്യോ ഞാനും സന്തോഷമായി, മരിച്ചുപോയി. പക്ഷെ ഇത് ഇങ്ങനെ തന്നെ കാണുമ്പോഴെങ്കിൽ ഇത് ഫ്രീസ് ആയിട്ടൊക്കെ നിർത്തുവാണെങ്കിൽ തിയേറ്ററിൽ നിർത്തിയിരുന്നെങ്കിൽ നമ്മൾ സൂപ്പറായി കാണാറുണ്ട്. ഓക്കെ. പിന്നെ മമ്മൂക്കയുടെ എപ്പോഴെങ്കിലും പറഞ്ഞോ ഈ ഒരു പറഞ്ഞു എന്നെ ചോദിച്ചു ഈ രാജമാണിക്യത്തിൽ ഉണ്ടായിരുന്നു. പിന്നെ ഭാർഗവചരിതം 3-ാം ഖണ്ഡം അതിൽ ഞാൻ അഭിനയിച്ചു. മമ്മൂക്കയുടെ അതിലും പറഞ്ഞു ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഞാനേ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് നന്ദി വീണ്ടും വരിക എന്ന് പറഞ്ഞൊരു സിനിമ ഷൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ട്യൂട്ടോറിയൽ കോളേജ് വന്നപ്പോൾ 10ാം ക്ലാസ്, അപ്പൊ നിനക്ക് വയസ്സ് കുറവ് അത് പറഞ്ഞല്ലേ. അത് പറഞ്ഞു. അപ്പൊ ഞാൻ അതില് മമ്മൂക്കയുടെ ക്ലാസ്സിൽ എനിക്ക് പറ്റില്ല ഇരിക്കാൻ. ഞാൻ ഉറുശി ചേച്ചി ഇരുന്ന ക്ലാസ്സിലാണ് ഞാൻ ഇരുന്നത് പഠിക്കാനായിട്ട്, വിദ്യാർത്ഥിയായിട്ട്. ഇത് ഞാൻ നമ്മുടെ അയ്യരൻ അറേബ്യ സിനിമയ്ക്ക് ഉറുശി ചേച്ചിയോട് അഭിനയിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചി ഞാൻ പണ്ട് ചേച്ചി പഠിപ്പിച്ച സമയത്ത് ഞാൻ ഫ്രണ്ട് ബെഞ്ചിരുന്ന ഞാനാണ് ആ ത്രികോണത്തിലുള്ള തലയൻ. അന്ന് ഭയങ്കര മെലിഞ്ഞിട്ട് വലിയ തലയൊക്കെയാണ്. എനിക്കൊന്ന് ബിജുവിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മോഹൻലാലിലൂടെ എനിക്കൊന്ന് കർണഭാരം എന്ന നാടകത്തിൽ അഭിനയിച്ചതാണ് ലൈഫിൽ ഏറ്റവും മറക്കാനാവാത്തൊരു സംഭവം. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ? അത് കുറെ സ്റ്റേജിൽ കളിച്ചു നിങ്ങൾ? 2-3 സ്റ്റേജ്. ഒന്ന് ഷൺമുഖാനന്ദ, പിന്നെ ഒന്ന് ലീല പാലസ്, അങ്ങനത്തെ അവിടെയൊക്കെ. എനിക്കൊന്ന് മോഹൻലാൽ ഇത്രയും തിരക്കിൽ നിൽക്കുന്ന ഒരാള് അല്ലേ? അല്ല, അതിനുവേണ്ടി മാറ്റി വെച്ചു. പുള്ളി ഒരു ദിവസം ബന്ധായിരുന്നപ്പോ ഞങ്ങളടുത്ത് പറഞ്ഞു ബൈക്കിൽ കൊണ്ടുപോവാ, ഞാൻ ബാക്കിൽ ഇരുന്നോളാം, കുഴപ്പമില്ലെന്ന് പറഞ്ഞു. സാറോ അതൊന്നും പറ്റില്ല. അങ്ങനെ പിന്നെ ഞങ്ങളടുത്ത് ആദ്യമേ പറഞ്ഞു പുള്ളി വരുമ്പോ ലോഹ്യം കൂടിയിട്ട് ആവശ്യമില്ല സംസാരിക്കരുത്, മര്യാദക്കൊക്കെ നിൽക്കണം. അത് മുഖത്തേക്ക് പറഞ്ഞില്ലെങ്കിലും ആവശ്യമില്ല ശല്യപ്പെടുത്തി. പുള്ളി പഠിക്കാനാ പറഞ്ഞേ, നാടൻ പഠിക്കാൻ വരിക. അപ്പൊ നിങ്ങളൊരാളെ പോലെ നാടൻ അല്ലാതെ സിനിമയുടെ ഒന്നും ഇവിടെ പറഞ്ഞു വരുമെന്ന് പറഞ്ഞു. ഇല്ല, 2 ദിവസം ഉണ്ടായിരുന്നു, ആരും അനങ്ങിയില്ല. പിന്നെ പുള്ളിനെ ഇങ്ങോട്ട് എന്ത് ഉണ്ടായിരിക്കുന്നു കാര്യങ്ങളൊക്കെ പറഞ്ഞ്. പിന്നെ അവിടെ എപ്പോഴും അത് വേണിച്ചേട്ടൻ കാണും. അന്ന് ഗോവിച്ചേട്ടൻ ഉണ്ടായിരുന്നു. ഗോവിച്ചേട്ടൻ വരും. അപ്പം ലാലേട്ടൻ ചെയ്യുമ്പോ അവർക്ക് തമ്മിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ആ ഒരു 10-22 ദിവസം ഭയങ്കര രസമായിരുന്നു. വൈകുന്നേരം 22 ദിവസം ഉണ്ടായിരുന്നു ആദ്യം. പിന്നെ വൈകുന്നേരം സാറുമായിട്ടിരുന്ന സംസാരങ്ങളും മുറുക്കും കാര്യങ്ങളും
അങ്ങനെയായിരുന്നു അവസാനം പാട്ടും. പിന്നെ പുള്ളി ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വരുമ്പോൾ പുള്ളിയുടെ അമ്മയായിട്ട് ലാലേട്ടൻ അമ്മയായിട്ട് വരും. അപ്പോൾ ഈ ചക്ക അട അലുവ ഒക്കെ കട്ട് ചെയ്ത് പുള്ളിയെ ഇരുന്ന് കട്ട് ചെയ്ത് ഒക്കെ കൊണ്ടുവന്നു. അങ്ങനെ ഒരു സിനിമ സെറ്റ് ആയിരുന്നില്ല. അപ്പം സിനിമ സെറ്റ് ഇല്ല അവിടെ ഇരുന്ന് എല്ലാരും കൂടെ വളഞ്ഞിരുന്ന് നല്ല രസമായിരുന്നു ആ സമയം. അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അദ്ദേഹം പെട്ടെന്ന് പഠിച്ചെടുത്തു എന്നുള്ളതാണ്. കാരണം നമ്മൾ ഇത്രയും വർഷം നിന്നല്ലേ. അദ്ദേഹത്തിന് ഒരു സ്ക്രിപ്റ്റ് അയച്ചു കൊടുത്ത് ഇദ്ദേഹം അത് കാണാതെ പഠിച്ച്. സാധാരണ സോപാനത്തിലെ ആക്ടേഴ്സ് കളരി രാവിലെ പോവും. കാരണം ഇത് സംസ്കൃത നാടകങ്ങൾ ചെയ്യുന്നതുകൊണ്ട് ശരീരഭാഷ കൂടുതൽ പ്രയോഗിക്കേണ്ടി വരും. പക്ഷെ ഇദ്ദേഹം ആദ്യം ഇതൊക്കെ മതിയെന്നാണ് ചോദിച്ചത്. അതുകൊണ്ട് സ്പ്ലിറ്റൊക്കെ ചെയ്ത് കാല്. അപ്പോൾ ആദ്യം ഇദ്ദേഹത്തിൻ്റെ പടത്തിൽ ആദ്യം കണ്ട ആൾക്കാർ പറഞ്ഞു കാലൊന്നും അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ലെന്നൊക്കെ പറഞ്ഞു. ഞങ്ങളെ മുമ്പ് വെച്ചാൽ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തൊക്കെ ഇരുന്ന പുള്ളി നല്ല ഭയങ്കരമായിട്ടുള്ള അഭ്യാസി കാര്യങ്ങളൊക്കെ സാറിന് ഭയങ്കര ഇഷ്ടപ്പെട്ട്. കാരണം കറക്റ്റ് പഠിച്ചിട്ട് വന്നു.